രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാം പരാതിക്കാരിയുടെ ശബ്ദ സന്ദേശം പുറത്ത്. ഫെനി നൈനാൻ ചാറ്റ് പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാനെന്ന് പരാതി. ഇനിയും പരാതിക്കാർ വരരുത് തടയാനാണ് വ്യക്തിഹത്യ ചെയ്യുന്നത് എന്നും നടന്ന സംഭാഷണത്തിന് കുറച്ച് മാത്രമാണ് പുറത്തു വന്നതെന്നും പരാതിക്കാരി പറയുന്നു. കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണമെന്ന് പറയുമ്പം എന്നെ സ്ട്രക്ചർ ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. 3-4 മണിക്കൂർ കാണണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് സമാധാനത്തോടെ ഇന്ന് സംസാരിച്ച് ഐ നീഡ് ക്ലോഷർ. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സേഫ് ആയിട്ടുള്ള സ്ഥലം വേണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഓഫീസ് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഞാൻ കാരണം പറയുന്നത് ഇന്ന കാരണങ്ങളാണ് ഓഫീസ് പറ്റത്തില്ല എന്ന് പറയുന്നത്. മറ്റെവിടെയായാലും എനിക്ക് കുഴപ്പമില്ല, രാത്രി ആയാലും പകലായാലും കുഴപ്പമില്ല. ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ ആൾക്കാരുണ്ട്, അവിടുന്ന് ആൾക്കാരെ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ 3-4 മണിക്കൂറിൽ എനിക്ക് വീണ്ടും രാഹുലിനോട് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത് പോലും. രാഹുൽ 3 എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് രാഹുലിനോട് പറയാതെയാണ് ഞാൻ പാലക്കാട് ചെല്ലുന്നത്. അപ്പോൾ പാലക്കാട് ചെന്നപ്പോൾ രാഹുൽ ചെയ്തത് ആള് എന്നെ കോൾ എടുക്കാതെ രാഹുലിൻ്റെ സ്റ്റാഫിനെ കൊണ്ട്, ഫസലുണ്ട്, ആലിവിനുണ്ട്, അവരെ കൊണ്ട് ഇങ്ങനെ മാറി മാറി സംസാരിപ്പിച്ച് ചേച്ചി ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെയാണ്, രാഹുലിനടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ കണ്ണാടിയിലാണ്, മാത്തൂരാണ്, ഞങ്ങളുടെ അവസ്ഥ ചേച്ചിയുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ ചേച്ചി ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് രാത്രി വരെ എന്നെ പാലക്കാട് തന്നെ ഇട്ട് ഞാൻ കറങ്ങുമായിരുന്നു. വിവരങ്ങളുമായിട്ട് ഹാൻസ് ചേരുന്നു നമുക്കൊപ്പം. ഹാൻസ്, ഗുഡ് മോർണിംഗ്. ഇപ്പം പരാതിക്കാരിയുടെ സംഭാഷണം നമ്മൾ കേട്ടു, അവരുടെ പ്രതികരണം കേട്ടു. ഇന്നലെയാണ്, കഴിഞ്ഞ ദിവസമാണ് ഫെനി നൈനാൻ ഈ ചാറ്റുകൾ പുറത്തുവിട്ടത്. ഇതിനെതിരെ ഇയാൾക്കെതിരെ കേസുമായിട്ടുണ്ട്. അപ്പോഴും ഫെനി ചോദിക്കുന്നത് ഈ താൻ വാട്സാപ്പ് ചാറ്റുകൾ പുറത്തുവിട്ടതിനാണോ കേസ്, അങ്ങനെയാണെങ്കിൽ മാധ്യമങ്ങളും പുറത്തുവിട്ടത് അവർക്കെതിരെ കേസ് എടുക്കുന്നില്ല, ആ രീതിയിലൊക്കെ ചോദിച്ച് പ്രതിരോധം തീർക്കാൻ മറുവശത്ത് ഫെനി ശ്രമിക്കുന്നുണ്ട്. ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ പരാതിക്കാരിയുടെ അതിജീവിതയുടെ ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കണം ഹാൻസ്? സേതു, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് ഫെനി തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള സ്ക്രീൻഷോട്ടുകൾ, ചാറ്റുകൾ പുറത്തുവിടുന്നത്. ആ ചാറ്റുകളിൽ ഈ അതിജീവിത അല്ലെങ്കിൽ ഈ പരാതിക്കാരി പറയുന്നത് തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണണം, കുറച്ചു നേരം സംസാരിക്കണം, പക്ഷെ അത് പേഴ്സണലായിട്ട് സംസാരിക്കണം, മറ്റാരും സംഭാഷണത്തിനിടയിൽ വരരുത് എന്നുള്ള കാര്യമാണ്. പക്ഷേ അപ്പോൾ ഫെനി പറയുന്നത് പാലക്കാടുള്ള ഓഫീസിലേക്ക് വരാനാണ്. അപ്പോൾ പരാതിക്കാരി പറയുന്നത് പാലക്കാടേക്ക് വരാം, പക്ഷേ തങ്ങൾക്ക് മാത്രമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം ലഭിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ ചാറ്റിനെ മറ്റൊരു രീതിയിലാണ് ഫെനി വിശകലനം ചെയ്തതും അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തത്. ഇതിനെതിരെയാണ് ഇപ്പോൾ പരാതിക്കാരി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. കൃത്യമായ ഒരു വിവരണം അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് പരാതിക്കാരി പറയുന്നത്. 2024 മെയ് മാസത്തിലാണ് പരാതിക്കാരിക്ക് മിസ്കാരേജ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഗർഭം അലസിപ്പോകുന്നത്. ശേഷം ആ വർഷം തന്നെ ജൂലൈയിൽ ഫെനിയെ പരിചയപ്പെടുന്നു. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഫെനി ആദ്യമായി സന്ദേശം അയക്കുന്നത്. ആ സമയത്ത് മുണ്ടക്കെ ചൂരൽമലയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ കൂപ്പൺ ചാലഞ്ച് നടക്കുന്ന സമയമായിരുന്നു. അതിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനുശേഷം ഈ യുവതിയിൽ നിന്ന് ഫെനി പണം വാങ്ങുന്നു. പിന്നീട് ഇവർ നിരന്തരമായി രാഹുലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് തനിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ താനും രാഹുലുമായിട്ടുള്ള ബന്ധത്തിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള കാര്യം പരാതിക്കാരി ഫെനിയോട് പറയുന്നത്. ഫെനി അതിൽ കൺവിൻസ് ആവുകയും അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ശേഷം രാഹുലിനെ നേരിട്ട് കാണണം എന്നുള്ളൊരു ആവശ്യം പറയുമ്പോൾ രാഹുലിനെ ബന്ധപ്പെടണമെങ്കിൽ ഫെനിയുമായി കൂടിക്കാഴ്ച നടത്തുക അല്ലെങ്കിൽ ഫെനിയുമായി സംസാരിക്കൂ എന്നുള്ളൊരു പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ചാറ്റിലേക്ക് കടക്കുന്നത് എന്നാണ് പരാതിക്കാരി പറയുന്നത്. രാഹുലിനെ നേരിട്ട് കാണണം എന്നാവശ്യപ്പെടുമ്പോൾ അടൂരിലേക്ക് വരണ്ട, പകരം പാലക്കാട് ഓഫീസിലേക്ക് വന്നാൽ മതി എന്ന് ഫെനിയും അതിനോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടവും പറയുന്നു. പക്ഷേ പരാതിക്കാരി പറയുന്നത് പാലക്കാട് ഓഫീസിലേക്ക് വരുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല, തൻ്റെ കൂടെ ഒരു സുഹൃത്തും ഉണ്ടാകും, പക്ഷേ 1-2 മണിക്കൂർ നേരിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിക്കണമെന്നാണ്. ശേഷം പരാതിക്കാരി മുൻകൂട്ടി അറിയിക്കാതെ പാലക്കാടേക്ക് പോകുന്നു, സുഹൃത്തിനോടൊപ്പം പോകുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണാൻ കഴിയുന്നില്ല. നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ ഓഫീസ് ജീവനക്കാർ ആ സമയത്ത് തന്നെ ബുദ്ധിമുട്ടിച്ചു അല്ലെങ്കിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളും അതിജീവിത ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ഈ കൂടിക്കാഴ്ച കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് താനും രാഹുലുമായി ഉള്ള ബന്ധത്തിൽ ഒരു സമാപ്തി അല്ലെങ്കിൽ ഒരു പര്യവസാനം ഉണ്ടാകും
ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകണം. ആ തീരുമാനം സ്വീകരിക്കാനായിട്ടാണ് രാഹുലുമായി നേരിട്ട് കാണണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് എന്നാണ്. അല്ലാതെ രാഹുലുമായി വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനല്ല 3-4 മണിക്കൂർ നേരിട്ട് കാണണം എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് താൻ ഉദ്ദേശിച്ചതെന്നും പരാതിക്കാരി ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ തനിക്കുണ്ടായ അനുഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ പരാതി കൊടുത്തിരുന്നുവെങ്കിൽ മറ്റ് 2 യുവതികൾക്കും സമാനമായ സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു എന്നും പരാതിക്കാരി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഫെനിക്ക് ഒരു താക്കീതും ഈ പരാതിക്കാരി നൽകുന്നു. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായ സന്ദേശങ്ങൾ പങ്കുവെക്കുന്നത് കൊണ്ട് താൻ പേടിക്കില്ല എന്നുകൂടിയാണ് പരാതിക്കാരി പറയുന്നത്. ഒപ്പം തന്നെ സാമ്പത്തികമായി തന്നെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള കാര്യവും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ 3ാമത്തെ പരാതിക്കാരി ശബ്ദ സന്ദേശത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. സേതു, ശരി, ഓക്കെ. ഹാൻസ് ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നിട്ട്.